Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് റേഡിയോളജി അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? ഓക്കെ, എവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലായിരുന്നോ? സെക്കൻഡ് വൺ ആയിരുന്നു അല്ലെ? ക്ലാസിഫിക്കേഷനിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി വരെ അല്ലേ എടുത്തത്? ജസ്റ്റ് നമ്മൾ അത് 4 എണ്ണവും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർവെൻഷണൽ റേഡിയോളജി ഒന്നുകൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അവിടെ? എന്താണ് ഒരു ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയും ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊരു 3 ഏരിയാസ് ആണ് അല്ലെ? റേഡിയോളജിയുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഏരിയാസ് ആണ്, 3 എണ്ണമാണ്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഉണ്ട്, ഇന്റർവെൻഷണൽ റേഡിയോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്. ഈ അതിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പഠിച്ചപ്പോഴും ഇന്റർവെൻഷണൽ റേഡിയോളജി പറഞ്ഞപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? എന്തായിരുന്നു ഒരു വ്യത്യാസം? എന്തായിരിക്കാം? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? എന്താണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന പേര് കൊണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുമ്പോ അവിടെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ നമ്മള് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയില്? ഇല്ല, രോഗനിർണയം മാത്രമാണ് ചെയ്യുക അല്ലെ? അതാണ് അവിടെ പ്രത്യേകത. രോഗനിർണയം, അതായത് ഡയഗ്നോസ്റ്റിക് പർപ്പസ് ആണ് അവിടെ ചെയ്യുന്നത്. അത് എക്സ്റേ യൂസ് ചെയ്തുകൊണ്ടാവാം, അൾട്രാസൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാവാം, CT സ്കാൻ അല്ലെങ്കിൽ MRI മുതലായവ യൂസ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് രോഗമാണോ ആ വ്യക്തിക്കുള്ളത് അത് നിർണയിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക മാത്രമാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഏരിയയിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലേക്ക് വരുമ്പോഴോ, അവിടെ എന്തൊക്കെയുണ്ട്? ഡയഗ്നോസിക്സ് മാത്രമാണോ ചെയ്യുന്നത്? ആണോ? ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട് അല്ലെ? വെരി ഗുഡ്, ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടും ഉണ്ട് അല്ലെ? ഇന്റർവെൻഷണൽ റേഡിയോളജിയില് ഡയഗ്നോസിസും ഉണ്ട്, ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ. വലിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ ചെയ്യുന്നത്? അല്ല അല്ലെ? വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള അല്ലെ, വളരെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഈ പറയുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടിന്റെയും ഡിഫറൻസ് അതാണ്. ഒരിടത്തിൽ ഡയഗ്നോസിസ് മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാക്കി രോഗനിർണയവും നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ വരുന്ന 4 കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട 4 ട്രീറ്റ്മെന്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ് ഒരു ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഇമേജ് എടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ പിക്ചർ എടുക്കുന്നത് എന്തിനാണ്? ചിത്രം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ബ്ലഡ് വെസലിന്റെ പിക്ചർ എടുക്കുന്നത്? എന്ത് കാര്യത്തിനായിരിക്കാം? എന്ത് പർപ്പസ്? രക്തധമനികളുടെ പിക്ചർ എടുക്കുന്നു. ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മുടെ ബ്ലഡ് വെസൽസിൽ എവിടെയൊക്കെയാണോ ബ്ലോക്ക് ഉള്ളത്, അത് എവിടെയൊക്കെയാണ് കൃത്യമായി അതിന്റെ ലൊക്കേഷൻസ് മനസ്സിലാക്കണം അല്ലെ? അപ്പൊ അങ്ങനെ കൃത്യമായി അതിന്റെ ലൊക്കേഷൻസ് മനസ്സിലാക്കി എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന ചിത്രങ്ങൾ ഈ ബ്ലഡ് വെസൽസിന്റെ എടുക്കുന്നത്. അങ്ങനെ ബ്ലഡ് വെസൽസിന്റെ ഈ രക്തധമനികളുടെ ചിത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ബയോപ്സി ആയിരുന്നു. എന്താണ് ബയോപ്സി എന്ന് പറയുന്ന പ്രൊസീജിയർ? എന്താണ് ബയോപ്സി പ്രൊസീജിയർ?
എന്താണ് ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മള് ഫെമിലിയർ ആണല്ലോ അത് അല്ലെ. ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കാണ് കൂടുതലും, ട്രീറ്റ്മെന്റ് അല്ല ഡയഗ്നോസിസിന് വേണ്ടി അല്ലെ, രോഗനിർണയം നടത്താൻ വേണ്ടി. അതെ, ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമുക്കൊരു സംശയം തോന്നുന്നു അല്ലെ, നമുക്ക് ആദ്യം അങ്ങനെയല്ലേ തോന്നാം, നമുക്കൊരു സംശയം തോന്നുന്നു നമുക്ക് ഇന്നൊരു ഭാഗത്ത് ഇന്നൊരു രോഗമുണ്ടോ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ അവിടുത്തെ കോശങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത് അതിങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി അയക്കും അല്ലെ, ബയോപ്സി പ്രൊസീജിയറിന് വേണ്ടി അയക്കും. അത് മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ച് പരിശോധനകൾ നടത്തി ആ ഒരു രോഗം അവർക്കുണ്ടോ ഇല്ലയോ, അതിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന രോഗനിർണയ ഉപാധി കൂടിയാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രൊസീജിയറിലും ചെറിയ രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഉണ്ടാവുന്നില്ലേ? ഒരു ബ്ലഡ് വെസലിന്റെ പിക്ചർ എടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, ചെറിയൊരു മുറിവുണ്ടാക്കി ബ്ലഡ് വെസലിലൂടെ ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബ്സ് അല്ലെങ്കിൽ കത്തീറ്ററുകൾ കടത്തിവിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്ന് പറയണം. ഇനി ബയോപ്സി പ്രൊസീജിയർ അങ്ങനെ തന്നെയല്ലേ അല്ലെ, ഏത് ഭാഗത്തെയാണെങ്കിലും സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് എടുക്കണമെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടാക്കാതെ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ചെറിയൊരു രീതിയിലുള്ള ഒരു മുറിവ് അവിടെയും ഉണ്ടാകുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അത് പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഇതൊക്കെയില്ലേ, അതുപോലെ ബ്ലോക്ക് ഒക്കെ നമ്മള് സ്റ്റെന്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പരിഹരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ നമുക്ക് ഈ പറയുന്ന കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വലിയ രീതിയിലുള്ള ബൈപ്പാസ് സർജറി പോലുള്ള വലിയ സർജറികളല്ല കേട്ടോ പറയുന്നത്. അതേസമയം ചെറിയ ചെറിയ ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒന്നോ രണ്ടോ ബ്ലോക്കോ ഒക്കെ ഉള്ളെങ്കിൽ നമുക്കത് എന്തിലൂടെ മാറ്റാൻ പറ്റും, ഈ പറയുന്ന കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. ആൻജിയോഗ്രഫി വരുന്നുണ്ട്, കാർഡിയാക് കത്തീറ്ററൈസേഷൻ വരുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റി, ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ്. അതിനൊരു കണക്ഷൻ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും മിസ് പറഞ്ഞു തന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്തായിരുന്നു ശരിക്കും അത്? ഇപ്പൊ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഇപ്പോ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ ഹൃദയവുമായി ബന്ധപ്പെട്ട വാൽവുകളില് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ അതിന് ഈ പറയുന്ന ആൻജിയോഗ്രഫി പോലെയുള്ള ഒരു പ്രൊസീജിയർ കണ്ടെത്തി. ഇപ്പൊ ഒരു ബ്ലോക്ക് വന്നെന്ന് വിചാരിക്കും, ഒരു ബ്ലോക്ക് വന്നൊരു വ്യക്തി, ആ ബ്ലോക്ക് വന്നൊരു വ്യക്തിക്ക് നമുക്ക് ഇങ്ങനെയൊരു ബ്ലോക്ക് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം അത് എന്ത് ചെയ്യണം, നമ്മള് ആദ്യം ഏത് പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ആദ്യം ഏത് പ്രൊസീജിയർ ചെയ്യണം, ഏതാണ് ചെയ്യേണ്ടത്? ഒരു ബ്ലോക്ക് വന്നു, പെട്ടെന്ന് ഒരാൾ വയ്യായിട്ട് വന്നു, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അപ്പൊ അവർക്ക് ബ്ലോക്ക് ആണോ എന്താണ് ആൻജിയോഗ്രഫി ചെയ്യണം അല്ലെ. അവരുടെ ബ്ലഡ് വെസൽസിലൂടെ നമ്മൾ ഈ പറയുന്ന കത്തീറ്ററുകൾ കടത്തിവിട്ട് കൃത്യമായ സ്ഥലം ആദ്യം കണ്ടെത്തണം വേണ്ടേ. ഇനി അതിനുശേഷം ഈ പറയുന്ന സ്ഥലം കണ്ടെത്തിയാൽ മതിയോ? ഇല്ല, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? എങ്ങനെയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും നമുക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മൾ പറയുന്ന പ്ലാസ്റ്റിക് ട്യൂബുകള് ബ്ലഡ് വെസൽസിലൂടെ അനായാസമായിട്ട് നമുക്ക് കടത്തിവിടാൻ പറ്റും. ഇങ്ങനെയുള്ള കത്തീറ്ററിന്റെ എന്താണ് നീഡിലായിട്ട് എന്തുണ്ടാവും, നീഡിലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന കാർഡിയാക് കത്തീറ്ററൈസേഷൻ നമ്മൾ ചെയ്യാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആ ഒരു എവിടെയാണോ കൃത്യമായിട്ട് ബ്ലോക്ക് ഉള്ളത് അത് കണ്ടെത്തി അല്ലെ. അതിന്റെ ചിത്രം എടുത്ത് നമുക്ക് പറയാം എത്ര ബ്ലോക്കുകൾ ഉണ്ട്, എവിടെയാണ് ആ ഒരു പ്രൊസീജിയർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ നമ്മൾ കാർഡിയാക് കത്തീറ്ററൈസേഷനിലേക്ക് കടന്നാണ്. അപ്പൊ നമ്മൾ ഈ ബ്ലഡ് വെസൽസിലൂടെ ആ ഉണ്ടാക്കിയ മുറിവിലൂടെ ഈ പറയുന്ന കത്തീറ്ററുകൾ കടത്തിവിടുന്നു. അപ്പൊ അതിന്റെ ടിപ്പിലായിട്ട് നീഡിലുകൾ ഉണ്ടാവും, ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ഭാഗവും ഉണ്ടാവും. അപ്പൊ ഈ നീഡിൽ കടന്നു പോകുന്ന ഭാഗം അല്ലെങ്കിൽ കത്തീറ്റർ കടന്നു പോകുന്ന ഭാഗം നമുക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിച്ചു. കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോക്കിന്റെ സ്ഥലത്തെത്തുമ്പോ ഈ പറയുന്ന നീഡിൽ അല്ലെങ്കിൽ ആ ഒരു നീഡിൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ.
ടീച്ചറിന് ഈ പറയുന്ന പ്ലാസ്റ്റിക് ട്യൂബിന് ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ഒരു ഭാഗമുണ്ട്. ആ ബലൂൺ പോലെ വീർപ്പിക്കാവുന്ന ഭാഗത്തിന്റെ ചുറ്റുമായിട്ട് നമ്മൾ സ്റ്റെന്റ് ഘടിപ്പിച്ചായിരിക്കും കടത്തിവിടുക. സ്റ്റെന്റ് എന്ന് പറഞ്ഞ ഒരു മെഷ് പോലെ ഇരിക്കുന്ന ഒരു മെറ്റാലിക് പാർട്ടാണ് കേട്ടോ. മെഷ് പോലെ ഇരിക്കുന്നത് നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. മെഷ് ഇല്ലേ നമ്മുടെ നെറ്റ് പോലത്തെ അങ്ങനത്തെ ഒരു സാധനം വളരെ ചെറിയതാണ് കേട്ടോ, ഒത്തിരി വലുതൊന്നുമില്ല. കാരണം പ്ലാസ്റ്റിക് ട്യൂബിന്റെ മുകളിലൂടെ കടത്തിവിടും എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാലോ, അത്രയും ചെറുതായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബലൂൺ വീർപ്പിക്കുന്നതോടൊപ്പം ഈ സ്റ്റെന്റും എന്ത് ചെയ്യും, വികസിക്കും അല്ലെ. ആ ബലൂൺ വീർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബലൂണിന്റെ മുകളിലുള്ള ഭാഗവും വീർക്കും ഇല്ലേ. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ നിങ്ങളൊന്ന് ആലോചിക്കേ, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഉള്ളില് ബലൂൺ വെച്ച് വീർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ വരുന്ന അതിന്റെ മുകളിലുള്ള മറ്റു ഭാഗങ്ങളും വീർക്കും. അതുപോലെ തന്നെ എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്ക് ഉള്ള ഇടത്ത് നമ്മൾ ഈ പറയുന്ന ബലൂൺ പോലെയുള്ള ആ ഭാഗം വീർപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് പുറത്തുള്ള ഈ മെഷ് പോലെയുള്ള സ്റ്റെന്റും വികസിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഈ സ്റ്റെന്റ് വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചുരുങ്ങില്ല. മനസ്സിലായോ? ആ ഒരു സ്റ്റെന്റ് വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യില്ല, ചെറുതായി വരില്ലാണ്. അപ്പൊ അങ്ങനെ ചുരുങ്ങാതെ വരും. ആ ബലൂൺ ചെറുതാവുമെങ്കിൽ പോലും ഈ സ്റ്റെന്റിനെ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വശത്തെ ചുരുങ്ങിയിരുന്ന ബ്ലഡ് വെസൽ എന്തായി, വികസിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നേ അല്ലെ. സ്റ്റെന്റ് ഉപയോഗിച്ച് നമ്മളിപ്പോ വികസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ സ്റ്റെന്റ് ഒരു കാരണവശാലും ചുരുങ്ങി പോകുന്നില്ല. ബലൂൺ നമുക്ക് ചുരുക്കിയെടുക്കാം, ഈ വികസിച്ച സ്റ്റെന്റ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ അവിടുത്തെ ചുരുങ്ങിയായ ബ്ലോക്ക് വന്നിട്ട് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? മിസ് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഇത് എന്താന്ന് ചോദിക്കില്ല, എന്നാലും നമുക്ക് ഇതിന് കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റെന്റുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന ഓരോ ബ്ലോക്കുള്ള ഇടങ്ങളിലും, ഒത്തിരി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 3 ബ്ലോക്ക് വരെയാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ബ്ലോക്ക് ഒക്കെ വന്നാൽ നമ്മൾ ഈ പറയുന്ന ഓപ്പൺ സർജറികളിലോട്ട് തന്നെ പോവേണ്ടതായിട്ട് വരും. അപ്പൊ 1-2 ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബ്ലോക്ക് ഈ സ്റ്റെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മാറ്റുന്ന ഈ സ്റ്റെന്റ് ഉപയോഗിച്ചുകൊണ്ട് ബലൂൺ പോലെ ഡൈലേറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്തുകൊണ്ട് ആ ബ്ലോക്ക് പരിഹരിക്കുന്ന ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നേ, ആ ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് എന്താ, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. അതായത് ബ്ലഡ് വെസൽസിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബലൂൺ ഡൈലേഷൻ അല്ലെങ്കിൽ ബലൂൺ പോലെ അതിനെ വീർപ്പിച്ച്, അത് എന്തിന്റെ സഹായത്തോടു കൂടിയാ, സ്റ്റെന്റുകളുടെ സഹായത്തോടു കൂടി അല്ലെ. സ്റ്റെന്റുകളുടെ സഹായത്തോടു കൂടി ഈ ബ്ലഡ് വെസൽസിനെ ബ്ലോക്കുള്ള ഇടങ്ങളിൽ ബലൂൺ പോലെ ഡൈലേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ചിത്രമെടുക്കുന്ന പ്രക്രിയ ആൻജിയോഗ്രഫിയും നമ്മളിവിടെ ട്രീറ്റ്മെന്റ് പോലെ ചെയ്യുന്ന പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിന്റെ കീഴിലായിട്ടാണ് ചെയ്യുന്നത്, നമ്മള് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് മനസ്സിലായോ? എന്നാലെണ്ണം ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് 3rd വൺ ആണ് റേഡിയേഷൻ ഓങ്കോളജി. കേട്ടിട്ടുണ്ടോ? എന്താണ് ഓങ്കോളജി? എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓങ്കോളജി? ക്യാൻസർ അല്ലെ. ക്യാൻസർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്, ഓങ്കോളജി എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ ഓങ്കോളജി. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓങ്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ആക്കണം, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ്, പഠനത്തിന് വേണ്ടിയുള്ള ശാസ്ത്രശാഖയാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ റേഡിയേഷൻ ഓങ്കോളജിയും അങ്ങനെ തന്നെയാണ്. ഈ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്ന ഏരിയ ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഏരിയ ആയിരിക്കും? ഏത് ഏരിയ ആയിരിക്കും? അപ്പൊ ഇതിൽ നിന്ന് തന്നെ പറഞ്ഞൂടെ, ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും? ക്യാൻസറിന്റെ അല്ലെ, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നോക്കി, നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻസ് ഒക്കെ കൊടുക്കാറില്ലേ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻസ് കൊടുക്കാറില്ലേ? അത് ശരിക്കും നമ്മുടെ ഈ റേഡിയോളജി, ഈ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്ന ഏരിയയിലാണ് ചെയ്യാറ് കേട്ടോ. ഒന്ന് നോക്കിയേ,
എന്താണ് റേഡിയേഷൻ ഓങ്കോളജി? റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? ചോദിക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റേഡിയേഷന്റെ അടിസ്ഥാനത്തിൽ തെറാപ്പികൾ പെർഫോം ചെയ്യുന്ന ഇടമാണ് റേഡിയേഷൻ ഓങ്കോളജി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ കൊടുക്കുന്നതിനെയാണ് റേഡിയേഷൻ ഓങ്കോളജി. അത് കൊടുക്കുന്ന ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി ഏരിയ എന്ന് പറയുന്നത്. ഇനി അവിടെ ഉപയോഗിക്കുന്നത് ഒരു ഹൈ എനർജി റേഡിയേഷൻ ആണ്. ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസിംഗ് ദ treatment destroys cancer cells and prevent them from proliferating. അപ്പൊ അങ്ങനെ റേഡിയേഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? റേഡിയേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം അല്ലെ, ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉയർന്ന എനർജിയിലുള്ള റേഡിയേഷൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. അങ്ങനെ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ പ്രിവെന്റ് ദം ഫ്രം പ്രോലിഫറേറ്റിംഗ്, ഈ പറയുന്ന സെല്ലുകളുടെ വ്യാപനം തടയാനും നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലൂടെ സാധിക്കുന്നത്. മനസ്സിലായോ? റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നതിനെയാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഒരു ഹൈ എനർജി റേഡിയേഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുക. ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ ബോഡിയിലുള്ള ക്യാൻസർ സെൽസിനെ നശിപ്പിച്ചു കളയാനും ഈ പറയുന്ന സെൽസുകളുടെ വ്യാപനം തടയാനും വേണ്ടിയിട്ടാണ്. Okay, this process can either regulate the problem or can cure it entirely. ഇപ്പൊ നമുക്കൊരു റേഡിയേഷൻ കൊടുത്തൊരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു പേഷ്യന്റിന് നമ്മൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ either regulate the problem, ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു രോഗത്തെ നമുക്ക് ഒന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? ആണോ? ഇപ്പൊ റേഡിയേഷൻ ഒക്കെ കൊടുത്ത ആളുകൾക്ക് കുറെ നാളുകൾ വരെ പിന്നെയും അവര് നല്ല ആക്റ്റീവായിട്ട് നിലനിൽക്കാറുണ്ട് അല്ലെ. അവരുടെ ആ ഒരു സെൽസിന്റെ ആ ഒരു അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ കൊടുക്കുന്നത് വഴി നമുക്ക് ഈ പ്രോബ്ലത്തെ ഒന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും. ഓർ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സുഖത്തിലേക്ക് അല്ലെങ്കിൽ സുഖപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റും, അല്ലെങ്കിലോ മൊത്തത്തിൽ നമുക്ക് അവരെ സുഖപ്പെടുത്തിയെടുക്കാനും സാധിക്കും. ക്ലിയർ ആണോ? റേഡിയേഷൻ ഓങ്കോളജി പറയണോ ഇനി? ഓക്കെ ആണോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൊക്കേഷൻ ആണ്. നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഏറ്റവും അനുയോജ്യമായ ഇടങ്ങൾ. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇവിടെ പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ എന്തുകൊണ്ടാണ് അനുയോജ്യമായത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഫസ്റ്റ് പോയിന്റ് ആണ് ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ചോദിക്കാറുണ്ട് കേട്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലൊക്കേഷനുകൾ ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ ചിലപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഇനി the ground floor is optimal location for sophisticated equipments like CT and MRI scanners. എന്തുകൊണ്ടാണ് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ വളരെ ഒപ്റ്റിമൽ ആണ് അല്ലെങ്കിൽ വളരെ അനുയോജ്യമാണെന്ന് പറയുന്നത്? നമ്മുടെ ഈ CT സ്കാനുകൾ അല്ലെങ്കിൽ MRI സ്കാൻ പോലെയുള്ള സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ ഒക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അല്ലെ? ഇത്രയും ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങളാവുമ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും വിൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇടമാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ രണ്ട് പോയിന്റ്സ്? ഓക്കെ ആണോ? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? MRI സ്കാനേഴ്സ്, CT സ്കാനേഴ്സ് പോലെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങൾ വെക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. അതായത് നമ്മുടെ വാക്കിംഗ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ
നടപ്പ് രോഗികൾ. അപ്പൊ നമ്മളൊക്കെ പേഷ്യന്റ് ആയിട്ട് ചെന്നാൽ നമുക്ക് നടന്ന് ഈ ഒരു സ്കാനിങ് സെന്ററിലേക്ക് പോവാം അല്ലെ, നടന്നു പോവാൻ പറ്റുമല്ലോ. അതേസമയം അവര് മാത്രമല്ല ഇവര് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഒരു പരിചരണം അല്ല ഇവര് കൊടുക്കുന്നത്, മറിച്ച് എന്താ, ഒരു എമർജൻസി കണ്ടീഷനുമായി വരുന്ന പേഷ്യൻസ് അല്ലെ, ഒരു എമർജൻസി കണ്ടീഷനുമായി വരുന്ന പേഷ്യൻസിന് ചിലപ്പോ അവർക്ക് നടന്ന് ഈ പറയുന്ന സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ലബോറട്ടറികളോ ഒക്കെ പോവാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ, അണേബിൾ ടു വാക്ക് ആണ്, അവർക്ക് നടന്നു പോവാൻ സാധിക്കില്ല. ഓർ ഹു റിക്വയർ റാപ്പിഡ് സ്കാൻ, ചിലപ്പോ ചില ആക്സിഡന്റ് ഒക്കെ പറ്റിയവർക്ക് ഉടനെ തന്നെ വേഗം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ, ഉടനെ ട്രീറ്റ്മെന്റ് കൊടുത്ത് രോഗനിർണയം നടത്തി ഉടനെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള കണ്ടീഷൻസ് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു രണ്ടാമത്തെ ഫ്ലോറിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഫ്ലോറിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒരു രോഗനിർണയം ഉടനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇവരെ എന്താണ് തൊട്ടടുത്താണെങ്കിൽ നമുക്ക് വേഗം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതേസമയം ഒത്തിരി മുകളിലാണ് ഇതെങ്കിൽ ഈ പറയുന്ന പെട്ടെന്ന് ഒരു എമർജൻസി പേഷ്യന്റ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഉടനെ നമുക്ക് ഇങ്ങനെയുള്ള രോഗനിർണയം നടത്താനും അവർക്ക് സ്കാനിങ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും എളുപ്പമാണോ? അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യൻസ്, ഇൻപേഷ്യൻസ് ആൻഡ് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ OPD പേഷ്യൻസ്, എന്താണ് OPD പേഷ്യൻസ്, എന്താണ് OPD പഠിച്ചു വരുന്നോ? OPD IPD പഠിച്ചോ? ഔട്ട് പേഷ്യൻസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസ്, ഇൻ പേഷ്യൻസ്, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മുതലായ ഇടങ്ങളിൽ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന, എളുപ്പത്തിൽ റീച്ചബിൾ ആണ്, എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഇടത്തായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ വരേണ്ടത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അടുത്തതായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കരുത്. എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ? എന്തുകൊണ്ടായിരിക്കും മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, എന്തായിരിക്കും ഒരു കാരണം? റേഡിയേഷൻസ് ഉള്ളതുകൊണ്ട്. വെരി ഗുഡ്, റേഡിയേഷൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഈ റേഡിയേഷൻസ് വരുന്ന സമയത്ത് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലാവുമ്പോൾ അവിടേക്കും ഈ റേഡിയേഷൻസ് സ്പ്രെഡ് ആയി പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വെക്കാതെ ഒറ്റയ്ക്ക് മാറ്റി നമ്മൾ മറ്റൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ എന്നാൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് ലേറ്റർ. അതായത് നമ്മൾ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഭാവിയിലേക്ക് എന്തെങ്കിലും എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിപുലീകരണം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ റൂമോ കാര്യങ്ങളോ അവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തിട്ടിരിക്കണം. കാരണം ഇപ്പൊ അറിയാം അല്ലെ, ഓരോരോ എക്യുപ്മെന്റ്സ് പുതിയതായിട്ട് വരുന്നതിനനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ഥലപരിമിതി എന്ന് പറയുന്നത് ഒരു കാരണമാവും, ഫാക്ടർ ആവരുത്. അപ്പൊ ഒത്തിരി സ്ഥലം നമുക്ക്, ഒത്തിരി അല്ലെങ്കിൽ കൂടി അത്യാവശ്യം സ്ഥലം നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ, വിപുലീകരണം നടത്തുന്ന രീതിയിലുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ റൂമുകൾ അവിടെ ഉണ്ടായിരിക്കണം. Then flexibility, expandability and upgradability required to be taken into account while setting in the department ആണ് കേട്ടോ, സെറ്റിംഗ് ആണ്. ഇപ്പൊ ഇവിടെ ഫ്ലെക്സിബിലിറ്റി, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു വഴക്കം ഉണ്ടായിരിക്കണം, വിപുലീകരിക്കാനുള്ള ഒരു കാര്യക്ഷമത ഉണ്ടായിരിക്കണം. അപ്ഗ്രേഡബിലിറ്റി, നമുക്ക് പുതിയ പുതിയ എക്യുപ്മെന്റ്സ് സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നവീകരിക്കാനുള്ളൊരു ആവശ്യകതയും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഡിപ്പാർട്ട്മെന്റ് നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അവിടെ അത് സ്ഥാപിക്കേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ലൊക്കേഷൻ. വായിച്ചത് റിപ്ലൈ ചെയ്യണം കേട്ടോ.
സിക്സ്ത് പോയിന്റോ സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ളതാണ് കേട്ടാ. സിക്സ്ത് പോയിന്റ് it should have some room for expansion at a later date എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നീട് നമുക്ക് ആദ്യം ചിലപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ എങ്ങനെയാ, ചിലപ്പോൾ നമുക്ക് അപ്പോഴൊന്നും ആ ഇത്രയും സൗകര്യം മതി എന്ന് വിചാരിച്ച് നമ്മൾ പണിയും അല്ലെ. ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒന്ന് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രിഡ്ജ് വെക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർക്ക് ഏരിയ എടുക്കാനോ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ കുറച്ചും കൂടി നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ സ്ഥലം തികയാതെ വരും ഇല്ലേ. അപ്പൊ അതുപോലെ ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലും പുതിയ പണികൾ നടത്താനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ വെക്കാനൊന്നും സ്ഥലം തികഞ്ഞില്ലെങ്കിൽ അതിനനുസരിച്ച് വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂംസോ സൗകര്യങ്ങളോ അവിടെ ആദ്യമേ തന്നെ കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? സിക്സ്ത് പോയിന്റ് ക്ലിയർ ആയോ? റിപ്ലൈ ചെയ്യാമോ? ആരാണ് ചോദിച്ചത്? ഓക്കെ, തേർഡ് പോയിന്റോ? തേർഡ് പോയിന്റിൽ പറയുന്നത് വാക്കിംഗ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നടപ്പ് രോഗികൾ. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് നടപ്പ് രോഗികളല്ലേ, നമുക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പറ്റില്ലേ? പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ മാത്രമല്ല ഇവര് കെയർ ചെയ്യുന്നത്, മറിച്ച് എങ്ങനെയാണ് ഒരു എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിനും ഇവര് പരിചരണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെ കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്കിയിരിക്കുന്നത്. കാരണം എന്താ, ഒരു എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് നമുക്ക് അങ്ങനെ നടന്നോ എന്നും ചിലപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ചിലപ്പോൾ സാധിക്കാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉടനെ വന്ന ചിലപ്പോൾ വല്ല ആക്സിഡന്റ് ഒക്കെ വലിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയാണ് വന്നിരിക്കുന്നത് െങ്കിൽ ആ കാഷ്വാലിറ്റിയിലൊക്കെയോ ആദ്യം തന്നെ വരുമ്പോൾ ഉടനെ അവരുടെ രോഗനിർണയം നടത്താൻ വേണ്ടി സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി ദൂരെയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നാൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൂടി ഇതിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിന്റെ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ തേർഡ് പോയിന്റ്? Then second point നോക്കി. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ ഈസ് ദ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ. അതായത് CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് മുതലായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് ഹെവി ആയിട്ടുള്ള വളരെ വലിപ്പമുള്ള വളരെ ഭാരം കൂടിയ ഹെവിയർ ആയിട്ടുള്ള ഉപകരണങ്ങളാകുമ്പോൾ അതെല്ലാം നമുക്ക് മറ്റു ഫ്ലോറുകളിലേക്ക് കൊണ്ടുപോകാനോ വെക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രൗണ്ട് ഫ്ലോർ അനുയോജ്യമായ ഇടമാണെന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ലൊക്കേഷൻസ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഇനി ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസുകളാണ് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. നമ്മളൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സ്കാനിങ്ങിനോ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ. നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും? ഫ്രണ്ട് ഏരിയയില് റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലെ, ഒരു രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും. അത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ റിസപ്ഷൻ ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി മറ്റൊരു ഏരിയ കൂടി ഉണ്ടാവും. അപ്പൊ രണ്ടെണ്ണം ഓർക്കാം. റിസപ്ഷൻ ഏരിയ, അതാണ് റിസപ്ഷൻ കൺട്രോൾ ആണ് രജിസ്ട്രേഷൻ ഏരിയ. റിസപ്ഷനെ നിയന്ത്രിക്കുന്നതോ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഞാൻ എക്സ്ട്രാ പറയുന്ന കാര്യമില്ല അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ പോയി കണ്ടിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത് പേഷ്യൻസ്. ഇനി നമ്മൾ അവിടെ റിസപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അകത്തേക്ക് കയറ്റോ? ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ പേഷ്യൻസിനുള്ള ഒരു വെയിറ്റിംഗ് റൂം കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? രണ്ടെണ്ണം അല്ലെ. വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ പോയി വെയിറ്റിംഗ് റൂമിൽ പോയി വെയിറ്റ് ചെയ്തിരിക്കും. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വിളിച്ചു, നമ്മൾ അവിടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ പുറത്തിറങ്ങി എക്സ്റേ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം നമുക്ക് എന്താ തരിക? റിപ്പോർട്ട് തരില്ലേ?
ഇല്ലേ? നമ്മൾ ആ ചെയ്ത പ്രൊസീജിയറിന്റെ റിപ്പോർട്ട് തരില്ലേ നമ്മുടെ അടുത്ത്? അപ്പൊ അതിനു വേണ്ടി സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ പറയുന്ന റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും അത് സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കിന്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ അത് കാണണമെന്നില്ല, അകത്തായിരിക്കാം കേട്ടോ. അപ്പൊ സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ പറയുന്ന ഓരോ റിപ്പോർട്ടുകളും ഓരോരുത്തരുടെയാണ് എന്ന് കളക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്ത് അതാത് ഗവർണറിന് തരാൻ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ് located close by the X-ray rooms should have provision for viewing and charting films. ഇനി ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഓരോ റിസൾട്ടുകളുടെ അടിയിലും സൈൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ലേ? റിപ്പോർട്ടുകൾ സൈൻ ചെയ്ത് കാണില്ലേ? എക്സ്റേ ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും അത് ആരാ ചെയ്യുന്നത്? റേഡിയോളജിസ്റ്റുകളാണ് സൈൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലെ? അതിനു വേണ്ടി ഈ പറയുന്ന ഫിലിംസ് വ്യൂ ചെയ്യാൻ, എക്സ്റേ എടുക്കുമ്പോൾ സ്കാൻ ചെയ്യുന്ന ഫിലിംസ് ഒക്കെ വ്യൂ ചെയ്യാനും അത് ചാർട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടി നമുക്ക് സൈൻ ചെയ്ത് തരാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു എക്സ്റേ റൂമുകളുടെ തൊട്ടടുത്തായിട്ട് അധികം ദൂരെയല്ലാത്ത രീതിയിൽ ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് വേണ്ടത്? ഒന്നാമത് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരു റേഡിയോളജി റൂമിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെയ്യുന്നു, അവിടെ രജിസ്ട്രേഷനും റിസപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കും ഇല്ലേ? ഒരു പേഷ്യൻസിന്റെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ പ്രൊസീജിയർ ചെയ്യാൻ കയറി ഇറങ്ങി കഴിയുമ്പോൾ അവിടെ സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കിന്റെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയാ? നമ്മൾക്ക് ചെയ്ത റിപ്പോർട്ടുകള് കളക്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്ത് നൽകാനും വേണ്ടിയിട്ട്. ഇനി ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഈ പറയുന്ന എക്സ്റേ റൂമുകളുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുണ്ടായിരിക്കും. അത് ഈ പറയുന്ന എക്സ്റേ ഫിലിംസും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യാനും വ്യൂ ചെയ്യാനും സൈൻ ചെയ്തൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവിടെയുള്ള എന്തൊക്കെ സ്പേസ് അല്ലെങ്കിൽ ഏരിയാസ് വേണം എന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ റിസ്കുകളാണ്. റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതകളാണ് ഉണ്ടാവുക? നിങ്ങൾ ആരെങ്കിലും ഒക്കെ CT സ്കാൻ ചെയ്തവരുണ്ടാവും, MRI ചെയ്തവരുണ്ടാവും അല്ലെ, എക്സ്റേ എടുത്തവരുണ്ടാവാം, അൾട്രാസൗണ്ട് ചെയ്തവരുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? CT ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ MRI ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടോ അത് ചെയ്യുന്ന സമയത്ത്? ഇല്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് MRI ഒക്കെ എടുക്കുന്ന സമയത്ത്, MRIയോ CTയോ ഒക്കെ ചെയ്ത സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്? ചെറിയ രീതിയിലുള്ളതാണെങ്കിലും പറയാം കേട്ടോ. ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താണ് തോന്നിയിരിക്കുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്? ലൈറ്റിന്റെ ബുദ്ധിമുട്ട്, അതായത് തലവേദന എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വരുന്ന പോലെയോ, അതെ, അങ്ങനെ കുറെ അധികം സിംറ്റംസ് അല്ലെങ്കിൽ കുറെ അധികം എഫക്റ്റുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? ചില ആളുകൾക്ക് പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോ. ഇപ്പൊ ഒരു MRI എടുക്കണം, CT എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പേടി കൊണ്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് റേഡിയേഷൻ റിസ്കുകൾ അല്ലെങ്കിൽ അപകട സാധ്യതയിൽ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സിവിയർ എഫക്റ്റും രണ്ടാമത്തത് ക്രോണിക് എഫക്റ്റും. അതായത് അതിന് കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടുമാറാത്തതാണ്. ഇപ്പൊ പറയട്ടെ, ഇപ്പൊ സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു MRI എടുക്കാൻ കയറി വിചാരിക്കാം, അപ്പൊ എടുത്തവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നി. ഇപ്പൊ MRI എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക മെഷീൻ. അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാം, ചിലർക്ക് ഹെഡേക്ക് തോന്നാം അല്ലെ, ചിലർക്ക് ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അതുകൊണ്ടോ ചിലപ്പോൾ വിറവൽ അനുഭവപ്പെടാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെ, നമുക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഈ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമോ? ഒരുപാട് സമയം ഉണ്ടാവും അത്? ഇല്ല. ആ ഒരു എഫക്റ്റ് കുറച്ച് സമയത്തേക്ക്, ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ നേരം മാത്രമേ നമ്മുടെ ബോഡിയിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ?
അപ്പൊ അതിനെയാണ് സിവിയർ എഫക്ട് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ഡിഫറൻസ് പറഞ്ഞു തന്നാണ്, അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ക്രോണിക് എഫക്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ വിട്ടുമാറാത്ത ഒരു എഫക്റ്റ് ആണ്. അതായത് ഇപ്പൊ വിട്ടുമാറാത്ത ഒരു എഫക്ട് നമ്മൾ പറഞ്ഞ റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു വിട്ടുമാറാത്ത എഫക്റ്റ് എന്തായിരിക്കാം? ഒത്തിരി സമയം എടുക്കും. അതായത് ഇതിൽ വിട്ടുമാറാത്ത മീൻസ് എന്നുവെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി നാളുകൾ കൊണ്ടായിരിക്കാം നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയി വരുന്നത്. എന്തായിരിക്കും? ഹെയർ ലോസ് ഉണ്ടാവാം, അല്ലെ? മുടി പോവാം, അല്ലെ? കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ റേഡിയേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടി പോവാം. പിന്നെ എന്താണ്? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റേഡിയേഷൻ ഇട്ടത്, ഇതിനെ റേഡിയേഷൻ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിസ്ക് അല്ലേ? അപ്പൊ റേഡിയേഷൻസ് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വർക്ക് ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അവർക്ക് എപ്പോഴാണെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലും അവർക്കൊരു റേഡിയേഷൻ അവർ എടുക്കുന്നില്ലേ? എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു രീതിയിലുള്ള റേഡിയേഷൻ എങ്കിലും അവർക്ക് ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു റേഡിയേഷൻ കാലങ്ങളായിട്ട് ഇവരെ അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അല്ലെ? വരാൻ സാധ്യതയില്ലേ? സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിട്ടുമാറാത്ത കുറച്ച് നാളധികം നമുക്ക് നിൽക്കുന്ന എഫക്റ്റ് ആണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സമയത്തേക്കോ കുറച്ച് മണിക്കൂറുകളിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം, മാക്സിമം ഒരു ദിവസമൊക്കെ എടുക്കുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോർമലിലേക്ക് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് ഉടനെ നമ്മൾ റിക്കവർ ആയി പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് ആണ് സിവിയർ എഫക്റ്റ്. അത് ശരിക്കും റേഡിയേഷൻസ് ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കിയേ സിവിയർ എഫക്റ്റ്. അതിലെന്താണ്? ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അപ്പൊ ഒരു വ്യക്തി ഒരു MRI എടുക്കാൻ പോയി അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാൻ പോയി, അപ്പൊ അവർക്ക് ഒരു ഹെവി ഡോസ് നമ്മൾ ഒരൊറ്റ സ്ട്രെച്ച് ഓഫ് ടൈമില്, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ ഡോസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ? അവിടെ നമ്മൾ ആ ഒരു ചിത്രം എടുക്കണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ കൊടുക്കാണ്ട് പറ്റില്ല, അല്ലെ? ഇപ്പൊ ഒരു MRI എടുക്കണമെങ്കിലും ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു അരമണിക്കൂർ കുറഞ്ഞ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളൊരു ഹെവി ഡോസ് ഒരു പ്രാവശ്യം മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ. മനസ്സിലാക്കണം അതിന്റെ ഡിഫറൻസ്. ഒരു പ്രാവശ്യം മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഏറ്റു കഴിയുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം, ഇല്ലേ? പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. അതിൽ ഒന്നാമത്തതാണ് സെറിബ്രൽ എന്താ? മസ്തിഷ്കപരമായിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെ? ഇപ്പൊ എന്തൊക്കെയായിരിക്കും? കൺവൽഷൻസ്. എന്താണ് കൺവൽഷൻസ്? കേട്ടിട്ടുണ്ടോ? കൺവൽഷൻസ്. ഷിവറിങ് കേട്ടിട്ടുണ്ടോ? ഷിവറിങ്, വിറയൽ അനുഭവപ്പെടുക. അപ്പൊ അത് തന്നെയാണ് കൺവെൻഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഷിവറിങ് അല്ലെങ്കിൽ വിറയൽ അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക്. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച മങ്ങുന്ന ഒരവസ്ഥ. നമുക്ക് ടെൻഷനൊക്കെ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് കാഴ്ച മങ്ങി പോകുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യാറില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും? അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് വരാറില്ലേ? ചിലപ്പോ നമുക്ക് ടെൻഷൻ കൂടിയത് കൊണ്ടൊക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ളൊരു ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നൊരു അവസ്ഥ വരാം. ഹെഡേക്ക്, തലവേദനയും അനുഭവപ്പെടാം. അടുത്തത് ഗ്യാസ്ട്രിക്, വയർ സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടാവാറുള്ളത്. കാരണം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ എക്സ്റേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോ CT ചെയ്യുമ്പോഴോ MRI ചെയ്യുമ്പോഴോ ചിലപ്പോൾ ഇതൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. അത് ഓരോരുത്തരുടെയും ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ. അടുത്തത് ഗ്യാസ്ട്രിക് ആണ്. നോസിയ. എന്താണ് നോസിയ? നോസിയ എന്താണ്? ഒക്കാനം വരിക, അല്ലെ? ഒക്കാനം വരിക. വോമിറ്റിംഗ്, ഛർദി അനുഭവപ്പെടാം. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, വയറിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഒരു വേദനയൊക്കെ ചിലപ്പോ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ദെൻ അടുത്തത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടാണ്. അനീമിയ. എന്താണ് അനീമിയ? വിളർച്ച അനുഭവപ്പെടാം. ബോൺ മാരോ ഡിപ്രഷൻ. നമ്മള് ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ എന്താണ് ബോൺ മാരോ ഡിപ്രഷൻ എന്നുള്ളത്, അല്ലെ? ബോൺ മാരോ എന്ന ബ്ലഡിന്റെ ഉള്ളിൽ നമ്മുടെ ബ്ലഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്, സോഫ്റ്റ് ടിഷ്യൂ ആണ്, അല്ലെ? നമ്മുടെ ബോൺസിനുള്ളിൽ കാണുന്ന സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങള് കുറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിവിയർ എഫക്റ്റിൽ വരുന്ന ചോദിക്കാറുണ്ട് കേട്ടോ. സിവിയർ എഫക്റ്റിൽ വരുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഏതൊക്കെയാണ്? ഇപ്പൊ സിവിയർ എഫക്റ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ള ഒരു ഹെവി ഡോസ്, ഒരു വലിയ ഡോസ് റേഡിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അപകട സാധ്യതകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് കൺവൽഷൻസ് അല്ലെങ്കിൽ വിറയൽ അനുഭവപ്പെടാം. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങിപ്പോവാം. ചിലപ്പോൾ തലവേദന അനുഭവപ്പെടാം. ഒക്കാനം വരുന്നത് പോലെ തോന്നാം. ഛർദി വരാം.
അല്ലെങ്കിൽ ചിലപ്പോൾ വയറിന്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്ത് ഒരു പ്രത്യേകമായ ഒരു വേദന അനുഭവപ്പെടുന്നത് പോലെ തോന്നാം, അനീമിയ വിളർച്ച ഉണ്ടാവാം, അല്ലെങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ ഉടനെ നമ്മൾ ഇതിൽ നിന്ന് റിക്കവർ ആവില്ലേ? ആവോ? ഒരു ഹെഡേക്ക് വന്നു, നമ്മൾ അതിനുള്ള മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് റിക്കവർ ആയി വരാൻ പറ്റും അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? സിവിയർ എഫക്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കാം, ക്രോണിക് എഫക്റ്റ്. ഇതിൽ നോക്കി കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. അതായത് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ റേഡിയേഷൻസ് കൊടുക്കാറില്ലേ? എങ്ങനെയാ കൊടുക്കുന്നത്? വലിയ ഡോസിലാണോ കൊടുക്കുക? വലിയ ഡോസിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ? പരിചയമുണ്ടോ ആരെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുള്ള റേഡിയേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ? പരിചയമില്ല. ഓക്കെ. അപ്പൊ അവർക്ക് എങ്ങനെയാണ്? ഒറ്റ ഡോസിലല്ല നമ്മൾ കൊടുക്കുന്നത്, കുറച്ച് ചെറിയ ചെറിയ ഡോസിൽ കുറച്ച് കുറച്ച് ചെറിയ രീതിയിൽ അല്ലെ, അല്ലാതെ ഒറ്റ പ്രാവശ്യമല്ല, കുറച്ച് ഭാഗങ്ങളായിട്ട് പലവട്ടം അല്ലെ? ശരിയാണ്, പലവട്ടം നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ ഡോസുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിയേ, അവർക്ക് ഒറ്റ ഡോസിലാണോ ആ റേഡിയേഷൻ കിട്ടുക? അല്ല, കുറെ നാളുകളായിട്ട് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കിട്ടി വരുന്നതാവാം അല്ലെ? അപ്പൊ അതെ എടുത്തിട്ടുണ്ട് അല്ലെ? അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോ അവിടെ വരുന്ന അതുമായി ബന്ധപ്പെട്ട, അതായത് ഒരു ഷോർട്ട് എക്സ്പോഷർ, ചെറിയ രീതിയിലുള്ള എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ, എന്നാൽ പോലും കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായിട്ട് അവർ ഇതിന് വിധേയമാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എഫക്റ്റ് ആണ് ക്രോണിക് എഫക്റ്റ്. അതിൽ എന്തൊക്കെ വരാം? സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഹെയർ ലോസ് ഉണ്ടാവാം അല്ലെ? മുടി നഷ്ടപ്പെടാം, തലമുടി നഷ്ടപ്പെടാം അല്ലെ? അപ്പൊ ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നഖം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, നഖം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. ബ്ലഡുമായി ബന്ധപ്പെട്ടാകുമ്പോ അനീമിയ, വിളർച്ച വരാം, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഐയുമായി ബന്ധപ്പെട്ട് എന്താണ്? തിമിരം അല്ലെ? തിമിരം വരാം. ആൻഡ് അതേഴ്സ് മറ്റെന്തൊക്കെയാ? സ്റ്റെറിലിറ്റി, വന്ധ്യത വരാം, ഒബസിറ്റി വരാം അല്ലെ? അമിതവണ്ണം വരാം, അല്ലെങ്കിൽ ക്യാൻസർ. ഇതൊക്കെ നമുക്ക് ഒത്തിരി നാള്, നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല, ഒത്തിരി നാള് ഈ പറയുന്ന റേഡിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഏൽക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന അപകട സാധ്യതകളാണ്. ക്ലിയർ ആണോ? സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്താലും അടുത്ത ഭാഗത്തേക്ക് പോവാം. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത. ഓക്കെ, ഓക്കെ ആണോ? ക്രോണിക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒന്നുകൂടി പറയണം, ക്രോണിക്. ഒബസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം. ക്രോണിക് എന്ന് പറഞ്ഞാല് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത അവസ്ഥ. അതായത് നമ്മളൊരു ഷോർട്ട് എക്സ്പോഷർ ആയിരിക്കും, വളരെ ചെറിയ രീതിയിലുള്ള റേഡിയേഷൻ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്നത്, പക്ഷെ അത് തുടർച്ചയായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യം മാത്രമല്ല എക്സ്പോസ്ഡ് ആവുന്നത്, അവർ വിധേയമാവുന്നത്, മറിച്ച് തുടർച്ചയായിട്ട് അവർ ആ റേഡിയേഷന് വിധേയമാവുന്നത് മൂലം ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് ക്രോണിക് എഫക്റ്റ്. അതില് സ്കിന്നിൽ വരുന്നത് ഹെയർ ലോസ് വരുന്നുണ്ട്, ബ്രിട്ടിൽ നെയിൽസ് പറഞ്ഞാൽ നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച, ലുക്കീമിയ നമ്മുടെ ബ്ലഡ് ക്യാൻസർ, കറ്റാക്ട് എന്ന് പറഞ്ഞാൽ തിമിരം, അതുപോലെ തന്നെ സ്റ്റെറിലിറ്റി, വന്ധ്യത, അമിതവണ്ണം, ക്യാൻസർ മുതലായിട്ടുള്ളവ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് കണ്ടാണ് റെഗുലേറ്ററി ബോഡി. ഓക്കെ, റെഗുലേറ്ററി ബോഡി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതൊരു സ്ഥാപനം, ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ നടത്തണമെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഒരു നിയന്ത്രണ ബോർഡിന്റെ അനുമതി വേണം. അല്ലാതെ അങ്ങനെ പെർമിഷൻ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്നും വെക്കാനായിട്ട് പാടില്ല. അപ്പൊ ആരുടെ പെർമിഷനോട് കൂടി, അല്ലെങ്കിൽ ആരാണ് അതിന്റെ റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ ആ നിയന്ത്രിക്കുന്ന ആ ഒരു ബോർഡ് ആരാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. AERBയുടെ എക്സ്പാൻഡഡ് ഫോം
എപ്പോഴും ഷുവർ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് AERB. ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക. എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് and AERB outlined by the central government is the professional authority as the regulatory board for granting, renewal, withdrawal and revocation concerns for nuclear and radiation ഫെസിലിറ്റികൾ. ഇപ്പൊ ന്യൂക്ലിയർ പരമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെ, നമ്മളിപ്പോ ഓക്സിജൻ നിലയങ്ങള്, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ റേഡിയേഷൻ ഫെസിലിറ്റികൾ നൽകുന്ന ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കണമെങ്കിൽ പോലും ആരുടെ അനുമതി വേണം? ആരിൽ നിന്ന് അംഗീകാരം വാങ്ങിയിരിക്കണം? ഈ പറയുന്ന AERB അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അനുവാദം അല്ലെങ്കിൽ അംഗീകാരം വാങ്ങിയിരിക്കണം. ഇത് ശരിക്കും സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇതാണ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ വിദഗ്ധ അധികാരി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാന്റിംഗ്. നമുക്ക് ഇവിടെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കണമെങ്കിൽ അതിനുള്ള അനുമതി നൽകുന്നു. ദെൻ റിന്യൂവൽ, ആ അനുമതി നമുക്ക് പുതുക്കി നൽകാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയില്ലേ, അടുത്ത വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ കാലാവധി കഴിയുമ്പോൾ അത് പുതുക്കും അല്ലെ? ആണോ? നമുക്ക് ലൈസൻസോ കാര്യങ്ങളോ അങ്ങനെയല്ലേ, ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ പുതുക്കും അല്ലെ? അതുപോലെ ഇവിടെ അനുമതി അല്ലെങ്കിൽ ആ ഒരു ഗ്രാന്റിംഗ് നൽകുന്നുണ്ട്. അനുമതി നൽകും, അതുപോലെ തന്നെ അത് പുതുക്കി നൽകുന്നു. ആൻഡ് വിഡ്രോവൽ, അവർക്ക് വേണമെങ്കിൽ അതെന്താ? പിൻവലിക്കാം. ഇപ്പൊ നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് പ്രോപ്പർ ആയ രീതിയിലല്ല അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത് പിൻവലിക്കാൻ പറ്റില്ല. ലൈസൻസ് ഇല്ലേ? പിൻവലിക്കാം അല്ലെ? അതാണ് വിഡ്രോവൽ ചെയ്യാം. അല്ലെങ്കിൽ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ അസാധുവാക്കാനോ കഴിവുള്ള അല്ലെങ്കിൽ കൺസേൺസ് നമുക്ക് തന്നിരിക്കുന്ന ആ സമ്മതത്തെ അസാധുവാക്കാനോ കഴിവുള്ള ഒരു വിദഗ്ധ അധികാരിയാണ് ഈ പറയുന്ന AERB അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ ആണവോർജ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചാൽ മതി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് പ്പെട്ട അനുമതി നൽകുന്നതും അത് പുതുക്കി നൽകുന്നതും അത് പിൻവലിക്കാനും അതുപോലെ തന്നെ അത് എന്ത് ചെയ്യാനായിട്ട് ആ ഒരു അനുമതി അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സമ്മതത്തെ അസാധുവാക്കാനും കഴിവുള്ള ഒരു വിദഗ്ധ അധികാരിയാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? AERBയുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? AERB എന്താണുള്ളത്? ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഇനി AERBയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഏരിയ അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്ന ഏരിയ, അതായത് റേഡിയോളജി റൂം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആ ഏരിയയിൽ വേണ്ട കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ. അതിലൊന്നാമത് റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് സോ ദാറ്റ് പീപ്പിൾ cannot come on 1 meter from its outside wall. അതായത് ഈ റേഡിയോളജി റൂമുകൾ എന്ന് പറയുന്നത് സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിൽ, അതായത് ഒരു ഔട്ട്സൈഡ് വാൾ. ഇപ്പൊ നമ്മള് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ കയറുമ്പോൾ ആ കയറി ഉടനെ നമ്മൾ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന ഇടത്തേക്കാണ് നേരെ കയറി ചെല്ലുന്നത്. അല്ല, അതിന്റെ ഒരു പുറത്തെ ഭിത്തിയിൽ നിന്നും 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് മാറിയായിരിക്കണം ആ പ്രൊസീജിയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ ഒരു പുറത്തെ മെയിൻ വാളില്ലേ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ വാള് അല്ലെങ്കിൽ മെയിൻ ഭിത്തിയിൽ നിന്നും 1 മീറ്റർ എങ്കിലും മാറി ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കണം ആ റൂം സെറ്റ് ചെയ്ത് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത്. റേഡിയേഷൻസ് പുറത്തേക്ക് അയക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അങ്ങനെ പറയുന്ന സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത് the windows are avoided to lessen the penetration of radiation in the nearby area. നമുക്ക് ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വിൻഡോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ആ റേഡിയേഷൻസ് ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആ റേഡിയേഷൻസ് മറ്റുള്ള ഇടങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസോ കാര്യങ്ങളോ ഒഴിവാക്കും. മൂന്നാമത് all walls and doors to be painted washable paints of good quality.
നല്ല ക്വാളിറ്റിയിലുള്ള നമുക്ക് വാഷ് ചെയ്തെടുക്കാം, കഴുകിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെയിന്റുകൾ ഉപയോഗിച്ചായിരിക്കണം അവിടുത്തെ വാൾസും ഡോറുകളും പെയിന്റ് ചെയ്യേണ്ടത്. നാലാമത്തെ പറയുന്നത് ആസ് പെർ BARC, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. BARC ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് BARC അല്ലെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അതിന്റെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ദ വാൾസ് ഓഫ് ദ റേഡിയോഗ്രാഫി റൂം ഷുഡ് ബി, അവിടുത്തെ വാൾസ് ആണ് പറയുന്നത് കേട്ടോ. ആ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ റേഡിയോളജി റൂമിന്റെ, റേഡിയോഗ്രാഫി ചെയ്യുന്ന റൂമിന്റെ വാൾസ് അല്ലെങ്കിൽ ഭിത്തികൾ എന്ന് പറയുന്നത് ഷുഡ് ബി 9 inches thick concrete walls, 9 ഇഞ്ച് thickness ഉള്ള കോൺക്രീറ്റ് വാൾസോ അല്ലെങ്കിൽ 14 inches thick ആയിട്ടുള്ള ബ്രിക്ക് മേസണറി, ബ്രിക്ക് എന്നാണ് കേട്ടോ, നമ്മുടെ കല്ലുകൊണ്ടുണ്ടായിട്ടുള്ള മേസണറി വാൾസോ ആയിരിക്കണം. അപ്പൊ അതെന്തിനു വേണ്ടി? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള വാൾസ് ആവുമ്പോൾ റേഡിയേഷൻസ് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും അല്ലെ. അപ്പൊ അതിനുവേണ്ടി ബാബ അറ്റോമിക്, ഒരു എക്സാമ്പിൾ കുറെ പറഞ്ഞിരിക്കുന്നതാ, ബാബ അറ്റോമിക് റിസർച്ച് സെന്ററില് ഇങ്ങനെയുള്ള റേഡിയോളജി റൂമുകളില് അവരുടെ വാൾസ് അല്ലെങ്കിൽ ഭിത്തികള് 9 ഇഞ്ച് തിക്കായിട്ടുള്ള കോൺക്രീറ്റ് വാൾസ് ആവാം, അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്നെസ് വരുന്ന ബ്രിക്ക് മേസണറി വാൾസ് അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വാൾസും ആവാറുണ്ട്. മനസ്സിലായോ? അത്രയും 4 പോയിന്റ്സ് വേഗം ഒന്ന് നോക്കി. ഒന്നാമത് എന്താ പറഞ്ഞത്? റേഡിയോളജി റൂമുകൾ എന്ന് പറയുന്നത് സെക്ലൂഡഡ് അല്ലെ, ഒറ്റപ്പെട്ട രീതിയിലായിരിക്കണം. ആൻഡ് സോ ദാറ്റ് പീപ്പിൾ cannot come 1 meter from its outside walls. അവരുടെ പുറത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു ഭിത്തി ഉണ്ടല്ലോ, അതിൽ നിന്നും 1 മീറ്റർ എങ്കിലും അകത്തേക്ക് മാറി ഒറ്റപ്പെട്ട രീതിയിൽ, കാരണം ആളുകൾ ഒത്തിരി ആളുകൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഒത്തിരി റേഡിയേഷൻസ് ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലായിരിക്കണം ഈ റേഡിയോളജി റൂമുകൾ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ഈ പറയുന്ന റേഡിയോളജി റൂമുകളില് വിൻഡോസ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അതിലൂടെ നമുക്ക് തൊട്ടടുത്ത ഏരിയാസിലേക്ക് റേഡിയേഷൻസ് പോകുന്നതിനെ തടയാനായിട്ട് സാധിക്കും. മൂന്നാമത് പറയുന്നത്, ഈ പറയുന്ന റേഡിയോളജി റൂമുകളുടെ വാൾസും ഡോറുകളും നല്ല ക്വാളിറ്റിയുള്ള വാഷബിൾ പെയിന്റുകൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിരിക്കണം. നാലാമത് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുന്നതാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ BARC മുംബൈയുടെ അവിടുത്തെ റേഡിയോളജി ചെയ്യുന്ന റൂമുകളുടെ വാൾസ് അല്ലെങ്കിൽ ഭിത്തികൾ എന്ന് പറയുന്നത് 9 ഇഞ്ച് തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളുകളാവാം, അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്നെസ് ഉള്ള ബ്രിക്ക് മേസണറി വാൾസ് അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളും ആവാം. അപ്പൊ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട്, ഇത്ര തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു കാരണവശാലും റേഡിയേഷൻസ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ക്ലിയർ ആണോ? അടുത്ത ഭാഗത്ത് പറയട്ടെ. ഓക്കെ ആണോ? 4 പോയിന്റ്സ്. ഓക്കെ. അടുത്തത് കീപ് മിനിമം ഫർണിച്ചർ. ഒത്തിരി നാലാമത്തെ പോയിന്റാണ്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയിൽ ഒരു റിസർച്ച് സെന്റർ ആണ്. അവിടെയും ഇതുപോലെ റേഡിയോഗ്രാഫി റൂമുകൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ റൂമുകള് അവിടെ റേഡിയേഷൻസ് അത്രയും അധികം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവിടുത്തെ റൂമുകൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അവിടുത്തെ റൂമുകൾ ആ റേഡിയേഷൻ ചെയ്യുന്ന ആ റൂംസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 9 ഇഞ്ച് തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളുകൾ അല്ലെങ്കിൽ ഭിത്തികൾ വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്നെസ് ഉള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളായിരിക്കും ഉണ്ടായിരിക്കുക. അത്രയും പ്രൊട്ടക്ഷനിലാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ റൂം അത്രയും പ്രൊട്ടക്റ്റഡ് ആക്കി തിക്കായിട്ടുള്ള ഭിത്തികൾ വെച്ചിട്ടാണ് അവിടെ റേഡിയേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് അത്രയും അധികം റേഡിയേഷൻസ് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റിയും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ ഇവിടത്തെയും എന്തായിരിക്കണം, റേഡിയോളജി റൂമുകള് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ്. ഓക്കെ. Then keep minimum furniture. ഒത്തിരി ഫർണിച്ചറുകളോ കാര്യങ്ങളോ ഒരു റേഡിയോളജി റൂമില് വെക്കാൻ പാടില്ല. വളരെ ചുരുക്കം ആവശ്യമുള്ള ഫർണിച്ചറുകൾ മാത്രം അതിനുള്ളിൽ സൂക്ഷിക്കുക. Then provide ventilation fume hoods. Ventilation fume hoods എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ വെന്റിലേഷൻ ചെയ്യാനുള്ള ഡിവൈസുകൾ അല്ലെ, നമ്മുടെ എക്സോസ്റ്റ് വെന്റിലേഷൻ ഡിവൈസുകളാണ് ശരിക്കും. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ഫ്യൂം ഹുഡുകൾ. വെന്റിലേഷൻ എന്തിനാ കൊടുക്കുന്നത്?
എന്തിനാ വെന്റിലേഷൻ കൊടുക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള പുകയോ പൊടിയോ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തടയാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെന്റിലേഷൻ എന്തായാലും വിൻഡോസ് ഒന്നും വെക്കുന്നില്ല, എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു വെന്റിലേഷൻ വേണ്ടേ അതിന്റെ ഉള്ളില്? വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ എക്സോസ്റ്റ് പോലെയുള്ള ഒരു വെന്റിലേഷൻ ഡിവൈസുകൾ അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഇസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അപ്പൊ ഈ എക്സ്റേ മെഷീൻസ് ഒക്കെ എപ്പോഴും ഒരു കോർണറായിട്ട് ഒരു റൂം സെറ്റ് ചെയ്താൽ റൂമിന്റെ ഒരു മൂലയിലായിട്ട് അല്ലെങ്കിൽ ഒരു കോർണറിലായിട്ടായിരിക്കണം ആ എക്സ്റേ മെഷീൻസ് സെറ്റ് ചെയ്യേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാ? മറ്റു സ്ഥലങ്ങള് ആവശ്യമായ ഇടങ്ങളിൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലം സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടി. നടുക്കല കൊണ്ടുവന്നിട്ടാല് നമുക്ക് അത്രയും സ്പേസ് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറയല്ലേ ചെയ്യുന്നത്. അതേസമയം ഒരു കോർണറിലായിട്ടൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോർ ഷുഡ് ബി ഏബിൾ ടു support a lot of heavy machines, particularly if the lab is built on the top floors. അപ്പൊ നമ്മുടെ മുകളിൽ ചില ഫസ്റ്റ് നിലയിൽ നമുക്ക് യാതൊരുവിധ സ്ഥലപരിമിതി ഇല്ല, നമുക്ക് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത നിലയായിരിക്കും ചൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലൊക്കെയാണ് അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഹെവി മെഷീൻസിന്റെ ലോഡ് താങ്ങാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് ആണോ അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി നോക്കണം. എന്തൊക്കെയാണ് നമ്മൾ പിന്നീട് പറഞ്ഞ പോയിന്റ്സ്? വളരെ കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമേ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വെക്കാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞത് പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വെന്റിലേഷൻ ഡിവൈസുകൾ വെച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പുകയോ വേപ്പേഴ്സോ അതുപോലെയുള്ള മറ്റു പൊടികളോ കാര്യങ്ങളോ ഒക്കെ റിമൂവ് ചെയ്ത് കളയണം. മൂന്നാമത്തത് എപ്പോഴും എക്സ്റേ മെഷീൻസ് ഈ ആ ഒരു റൂമിന്റെ ഒരു കോർണറിൽ അല്ലെങ്കിൽ മൂലയ്ക്കായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ മൂവിംഗ് സ്പേസ് കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടും സ്ഥലമില്ലെങ്കിൽ മറ്റു ഫ്ലോറുകളിലേക്കാണ് ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഹെവി മെഷീൻസൊക്കെ ആ ലോഡുകൾ താങ്ങാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടുത്തെ ഫ്ലോറിൽ ഉണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഇനി ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ഭാഗത്ത് അടുത്ത റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു.